ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസിൻ്റെ പുതിയൊരു എപ്പിസോഡ്. അപ്പോൾ നമുക്കിന്ന് പുറം കാണിച്ച് ഇതാണ് എൻ്റെ നമ്മുടെ മുകളിലത്തെ മുറിയിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ. വലിയ വ്യൂ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ സ്വന്തം മുറ്റമാണ് ഈ കാണുന്നത്. ഇതെന്താ ഔട്ട് ഫോക്കസ് പോട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് പണിയുണ്ട് രാവിലെ എണീറ്റിട്ട്. അതായത് നമുക്ക് ആദ്യം സ്റ്റോക്ക് എടുക്കണം. പോയി സ്റ്റോക്ക് എടുക്കണം. പിന്നെ നമുക്ക് ആ സ്റ്റോക്ക് ഡെലിവർ ചെയ്യണം. പിന്നെ നമുക്കൊന്ന് ലുലു വരെ പോകണം. നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ട്. ഇത് നമ്മുടെ നയനയുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ നയനക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം മെനി ഹാപ്പി റിട്ടേൺസ് ടുഡേ. അപ്പം നയനക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ എൻ്റെ മനസ്സിലൊരു 1-2 ഗിഫ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ കാഷ്യോയുടെ വിൻറ്റേജ് ഒരു വാച്ച് മനസ്സിലുണ്ട്. അപ്പോൾ അത് പോയി മേടിക്കണം എന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ലുലുവിലെ കാഷ്യോയുടെ ഷോറൂമിൽ ഉണ്ടെങ്കിലേ മേടിക്കാൻ പറ്റുള്ളൂ. അത് എപ്പോഴും വരാറില്ല, വളരെ അപൂർവമായിട്ട് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കോമൺ വാച്ചാണത്. അപ്പോൾ അത് മേടിക്കണം എന്നുണ്ട്. അത് അവിടെ പോയി നോക്കും. അതുണ്ടെങ്കിൽ അത് മേടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കും. വേറെ 1-2 സാധനങ്ങൾ മനസ്സിലുണ്ട്, അത് മേടിക്കും. അപ്പോൾ അത് മേടിക്കണം. അപ്പോൾ ഇന്നത്തെ അജണ്ട, നമ്മുടെ മെയിൻ അജണ്ട അതാണ്. അപ്പം നമ്മൾ നേരെ പോകുന്നു, സ്റ്റോക്ക് എടുക്കുന്നു. സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ സ്റ്റോക്ക് ഡെലിവറി ചെയ്യുന്നു. ഡെലിവറി ചെയ്യുന്ന സ്റ്റോക്ക് നയനയ്ക്ക് തന്നെയാണ്. അപ്പം സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യം പോയി സ്റ്റോക്ക് എടുക്കുന്നു. എന്നിട്ട് നേരെ നമ്മൾ പോയി ലുലുവിൽ പോയിട്ട് ഈ പറഞ്ഞ കാഷ്യോയുടെ വാച്ച് ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ വാച്ച് വാങ്ങിക്കുന്നു, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കുന്നു. എന്നിട്ട് നേരെ നയനെ വിളിക്കുന്നു. നയന എൻഗേജ് ആയിരിക്കും. ചിലപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറേ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നയനെ കാണാൻ പറ്റിയെങ്കിൽ നയനയ്ക്ക് നേരിട്ട് കൊടുക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നയനയുടെ വീട്ടിൽ പോയി സ്റ്റോക്കും ബർത്ത്ഡേ ഗിഫ്റ്റും ഞാൻ ഏൽപ്പിക്കുന്നതാണ്. എനിവേയ്സ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ പരിപാടി, ഇന്നത്തെ ആദ്യ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് വൈകിട്ട് വേറൊരു പരിപാടി കൂടെ ഗൈസ്. അതായത് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാനും ചെറിയും ഇപ്പം നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നമുക്ക് വർക്കൗട്ട് ബെഞ്ച്. മറ്റേ നമ്മൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ബെഞ്ച് ഉണ്ടല്ലോ, ജിമ്മിൻ്റെ ഒരു ബെഞ്ച് പീസ് ഞാൻ OLXൽ കണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളെ പോയി കാണണം. അപ്പോൾ ഈ പറഞ്ഞ ബെഞ്ച് പോയി കാണണം. ആ സാധനം ഇഷ്ടപ്പെട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അതും ഒരു പരിപാടിയാണ്. അത് വൈകുന്നേരമാണ്. അപ്പോൾ സാധനം ഇഷ്ടപ്പെട്ടാൽ ഇന്ന് തന്നെ എടുക്കും, ഇന്ന് തന്നെ സാധനം കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി അതുപോലെ നോക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട. സെറി കൂടെ കാണുമെന്ന് എനിക്കറിയത്തില്ല, കാരണം സെറിക്ക് വയ്യ, ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, കിടക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത്ര തന്നെ ഗൈസ്. അപ്പോൾ മൈക്ക് വെച്ചിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് ഗൈസ്. ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ വഴി കാണാം, ബാക്കി നമുക്ക് കാണാം. പിന്നെ കുളിക്കണമെന്നുണ്ട്. ഒന്ന് കുളിച്ചിട്ട് ഞാൻ ഓടി തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ കുളി കഴിഞ്ഞു ഗൈസ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കൊറിയർ ഹബ്ബിൽ നിന്ന് കോൾ വന്നപ്പോൾ ലേറ്റായി. അവർക്ക് എന്തോ ഡിലേ കാരണം അവർ വിളിച്ചത് ഇപ്പോഴാണ്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അവരുടെ കോൾ വന്നത് ഉടൻ തന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ബാക്കി പരിപാടിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരെ ഇവരുടെ ഹബ്ബിലോട്ട് പോകുന്നു, കൊറിയർ ഹബ്ബിൽ പോകുന്നു, സ്റ്റോക്ക് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ എവിടെ പോകുന്നു? ലുലു പോകുന്നു. എന്നിട്ട് നയനക്കുട്ടിക്കുള്ള ഗിഫ്റ്റ് മേടിക്കുന്നു. എന്നിട്ട് നമ്മൾ നയനെ വിളിക്കുന്നു. ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. ബൈ ബൈ അല്ല, കൂടെ വാ, നമുക്ക് പോവാം. അയ്യോ പോയില്ലേ ഗൈസ്, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ടീഷർട്ട് നമ്മുടെ സ്വന്തം ടീഷർട്ടാണ്, ZHന്റെ സ്വന്തം ടീഷർട്ടാണ്. നമ്മളത് കാണിക്കണമല്ലോ, കാണിക്കാൻ മറന്നുപോയി, അതുകൊണ്ട് കാണിച്ചതേ. ബാക്ക് ഇപ്പം തൽക്കാലം കാണിക്കാൻ പറ്റുന്നില്ല, മിറർ ഇല്ല ഈ മുറിയിൽ, നമുക്ക് പിന്നെ കാണിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. നമുക്ക് പോകാൻ സമയമായി. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ക്യാമറ ഇട്ടിട്ട് തിരിച്ചു വരാം ഗൈസ്. ഹലോ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഫൈനലി സ്റ്റാർട്ട് ചെയ്യുന്നു ഗൈസ്. ഇനി നേരെ ഞാൻ കൊറിയർ ഓഫീസിൽ പോയിട്ട് സ്റ്റോക്ക് എടുക്കും. പക്ഷേ സ്റ്റോക്ക് എടുക്കും വരെ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് ഇടണം. അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ പോയി സ്റ്റോക്ക് എടുത്തിട്ട് വന്നിട്ട് വീഡിയോ ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലുലു പോവാം. അപ്പം സ്റ്റോക്ക് എടുത്തതിന് ശേഷം ലുലു വരെയുള്ള യാത്ര നമ്മൾ ഒരുമിച്ച്. ഓക്കെ, ഗൈസ്, അങ്ങനെ നമുക്ക് സ്റ്റോക്ക് എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് സ്റ്റോക്ക് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഇത്തിരി
അധികം ഭാരമുള്ളൊരു സാധനമായണം. ഞാനിതെങ്ങനെ കൊണ്ട് അവിടെ ഒറ്റയ്ക്ക് കയറുമെന്ന് കൊണ്ട് ഇറക്കുമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പം ഒന്നും പറയാനില്ല. അതായത് സ്റ്റോക്കേ നമ്മൾ വിചാരിച്ച പോലെയല്ല ഗൈസ്, കുറച്ച് വലിയ സ്റ്റോക്കാണ്. അതിപ്പം ഞാൻ വിചാരിച്ച എനിക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോവാം. സാധാരണ ഒരുവിധം വലിയ സാധനങ്ങളൊക്കെ, വലിയ സ്റ്റോക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നതും കസ്റ്റമേഴ്സിനെ കൊണ്ട് ഡെലിവറി ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇത് കുറച്ചധികം വലുതാണ്. അപ്പം ഞാൻ എടുത്തില്ല. അവിടെയുള്ള ഈ നമ്മുടെ പുലി ബോയ്സ് ആണ് എനിക്ക് എടുത്ത് വെച്ച് തന്നത് തന്നെ. നല്ല ഭാരം, അത് 2-3 പേര് ഒരുമിച്ച് ചേർന്നാണ് എടുത്ത് വെച്ച് തന്നത്. അത് അവന്മാർ തന്നെ തടിമാടന്മാര്, അവന്മാർ 2-3 പേര് ഒരുമിച്ചാണ് പിടിച്ചത്. അതുകൊണ്ട് ഞാൻ ഇതെങ്ങനെ കൊണ്ട് നയനയുടെ വീട്ടിൽ കൊണ്ട് വെക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. അതായത് നയനയുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നയനയുടെ വീട്ടിലെ ഫ്ലാറ്റിൽ അങ്ങ് മുകളിലാണ്. എത്രാമത്തെ നിലയെന്ന് എനിക്ക് ഓർമ്മയില്ല, 6ാമത്തെ നില 5ാമത്തെ നില എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല ഗൈസ്. എന്താണെങ്കിലും ഞാനിത് ഒറ്റയ്ക്ക് എങ്ങനെ എടുത്തോണ്ട് പോയി, വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നൊരു സംശയമാണ്. നല്ല വെയിറ്റ്, നല്ല വലിയ സാധനം, നിങ്ങൾ കണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഇതെങ്ങനെ ഞാൻ കൊണ്ടുപോയി മുകളിലോട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ തെണ്ടിപ്പോവും. എന്തായാലും നോക്കാം. എന്തായാലും അവിടെ ചെന്ന് വിളിച്ച് നയനെ വിളിച്ചിട്ട് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഒറ്റയ്ക്ക് എടുക്കേണ്ടി വന്നെങ്കിൽ 3G നോക്കാം. ഏതായാലും സാധനം കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പം നമ്മുടെ നയനക്കുട്ടിയുടെ സ്റ്റുഡിയോയുടെ ഇത് വരുന്നുണ്ട്, നമ്മുടെ ഫെസ്റ്റ് വരുന്നുണ്ട്, അവരുടെ ആനുവൽ ഫെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അതിനെ സംബന്ധിച്ച് അവർ കുറച്ച് കോസ്റ്റ്യൂമും പിന്നെ ഇതുപോലെ സോക്സും ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനമൊക്കെയാണ് വന്നത് ഗൈസ്. അതൊക്കെ നമ്മൾ ചെയ്ത് സാധനം കിട്ടിയിരിക്കുകയാണ് ഫൈനലി. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഡെലിവറി ചെയ്യും. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ഡെലിവറി ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥ, ഇതെങ്ങനെ കൊണ്ട് ഡെലിവറി ചെയ്യും എന്നുള്ളത്. അത് മാത്രമല്ല, ഇനി ഒരു ബണ്ടിൽ സോക്സ് കിടപ്പുണ്ട്. ഇതെല്ലാം കൊണ്ട് എങ്ങനെ കൊണ്ട് കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരെ വിടുന്നത് നമ്മളിൽ എങ്ങോട്ടാണ്, നമ്മുടെ ലുലു മോളിലോട്ട് പോവാണ്. ലുലു മോളിലോട്ട് പോയി നമ്മൾ കാഷ്യോയുടെ വാച്ച് നോക്കാൻ പോവാണ് ഗൈസ്. മൈക്ക് ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്ത് ആളുകളാണ് എന്തുമാതിരി വണ്ടി ഓടിക്കണത്, എന്തുവാടേ. സോറി ഗൈസ്, വേറൊന്നുമല്ല ഗൈസ്. ഈ റോഡിൽ കൂടെ ആളുകൾ വണ്ടി ഓടിക്കുമ്പോഴേ എന്ന് വെച്ചാൽ ഇത് മലയാളികളുടെ പ്രശ്നമാണോ അതോ ഇന്ത്യക്കാരുടെ പ്രശ്നമാണോ അതോ പൊതുവെ എല്ലാവരുടെ പ്രശ്നമാണോ എനിക്ക് അറിയത്തില്ല. എനിക്ക് മനസ്സിലാവണില്ല എന്താണ് സംഭവം. വേറൊന്നുമല്ല, ഈ വെപ്രാളമാണ്. അതായത് ആദ്യമേ കയറിപ്പോണം, ഈ ആൾക്കാർക്ക് വഴി കൊടുക്കരുത്, ഏറ്റവും മുന്നേ കയറിപ്പോണം എന്നുള്ളൊരു വെപ്രാളം. അതെന്തിനാണ് ആ വെപ്രാളം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം പലരും പല ഡെസ്റ്റിനേഷനിലോട്ടാണല്ലോ പോകുന്നത്. ഇത് മറ്റേ റേസൊന്നും അല്ലല്ലോ. ആദ്യം ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എത്തുമ്പം മറ്റേ മെഡൽ വല്ലതും കിട്ടുമെന്തോ, എന്ത് ആക്രാന്തോ. അതായത് പോയണ്ട അവൻ്റെ നോക്കിയാണ് ഇതുപോലെ പോയാണ് ഒരു അലവലാതി പെണ്ണ് വന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ, നമ്മുടെ ബമ്പിൾ ബിയുടെ ബാക്കിൽ കൊണ്ട് ഇടിച്ച് കയറ്റി തന്നത്. ഒരുമാതിരി വെപ്രാളം പിടിച്ച ആളുകളാണ്. നേരത്തെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്, നീ മനസ്സിലാവില്ല. ഒരു 5 മിനിറ്റ് നേരത്തെ നിങ്ങൾ പോയാൽ, അല്ലെങ്കിൽ ഒരാളെ കയറ്റി വിടാണ്ട് അയാൾക്ക് മുന്നിൽ പോയാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ വെളിരാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, വെളിരാജ്യങ്ങളിൽ നിന്ന് ഞാൻ കോമൺ ആയിട്ട് പറയണില്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല, രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം പറയണം, നമ്മുടെ ഒമാൻ. ലാസ്റ്റ് ഒമാനിലായിരുന്നപ്പോൾ തന്നെ ഈ അറബികളൊക്കെ ഒരു കാര്യം, അതായത് അതവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. വേറൊന്നുമല്ല, ഈ വഴി കൊടുക്കുന്നത്. അതായത് വണ്ടി ഓടിക്കുമ്പം ആൾക്കാർക്ക് വഴി കൊടുക്കുക, അല്ലാണ്ട് ഒരുമാതിരി നിങ്ങൾ നേരത്തെ പോയി അല്ലെങ്കിൽ അവരെ കയറ്റി വിടാണ്ട്, അവരെ കടത്തി വിടാണ്ട് നിങ്ങൾ മറ്റേ ആദ്യം എത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റിന് ഞാൻ തീരെ യോജിക്കുന്നില്ല. അത് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. മനസ്സിലായില്ലേ? വഴി കൊടുക്കുക. അതായത് ഇപ്പം നമ്മളിങ്ങനെ വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വണ്ടിയിൽ വന്ന് നിൽക്കുകയാണ്, അവരെ നമ്മളൊന്ന് ചവിട്ടി കൊടുത്താൽ അവർ കയറിപ്പോവും എന്നുള്ളൊരു മോഡാണെന്നുണ്ടെങ്കിൽ ചവിട്ടി കൊടുക്കുക, അവർ കയറി പോട്ടെ. കാരണം അല്ലെങ്കിൽ ഉള്ള പ്രശ്നം വെച്ചാൽ അവർ കൊണ്ട് കുറുകെ നിർത്തും, പിന്നെ ഫുൾ ട്രാഫിക് ജാം ആവും. മനസ്സിലായില്ലേ?
എന്നാലും വെറുതെ വിടൂല, എന്നാലും അവരെ കയറ്റി വിടൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ മുട്ടി അതായത് ഫ്രണ്ടിലുള്ള വണ്ടിയും നമ്മളും തമ്മിലിങ്ങനെ ഒരു നൂലളവിന് വ്യത്യാസം വെച്ച് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് ഈ ഒരുമാതിരി? പിന്നെ അത് മാത്രമല്ല, നമ്മൾ വണ്ടി ക്രോസ് ചെയ്യുമ്പോൾ ദൂരം ഇപ്പം വണ്ടി ക്രോസ് ചെയ്യുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നടന്നാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യാന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വണ്ടി തിരിക്കുകയാണ്. അപ്പൊ ദൂരം നിന്നൊരു വണ്ടി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ്, ദൂരം നിന്ന് നമ്മൾ ക്രോസ് ചെയ്യുന്ന കാണും. ഓക്കെ, അത് ക്രോസ് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാവും, വണ്ടി നടന്നായിരിക്കും എങ്ങനെയാണെങ്കിലും. ക്രോസ് ചെയ്യാൻ പോകണമെന്ന് കാണുമ്പോൾ ഉടനെ അത്രയും നേരം ഇല്ലാത്തൊരു സ്പീഡ് അപ്പം വരും, ചവിട്ടി വിടും, ചവിട്ടിയും കയറ്റും. അതായത് ആ പോകുന്ന ആളുകൾ ഇവർ പോയതിനു ശേഷമേ അവർ പോകാവുള്ളൂ എന്നുള്ളൊരു വാശി, ആ വാശിക്ക് ചവിട്ടി അങ്ങ് വിടും. എന്തിനാണ് അങ്ങനെ ഒരു പ്രവണത? അതായത് കുറച്ച് അവരങ്ങ് ക്രോസ് ചെയ്ത് പോട്ടെ, അല്ലെങ്കിൽ ഒന്ന് ചവിട്ടിയിട്ട് ഒന്നൊന്ന് സ്ലോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് ചവിട്ടിയിട്ട് ഇങ്ങനെ പൊക്കോളൂ എന്ന് കാണിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അതേപോലെ നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പമാണോ അതോ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണോ എനിക്കറിയില്ല. എല്ലാ രാജ്യത്തും കാണുമല്ലേ ഇതുപോലെ കുറെ റോക്കറ്റ്സ്, അല്ലേ? എല്ലാ രാജ്യത്തും കാണുമായിരിക്കും. നമ്മൾ മലയാളികളെയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരെയോ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, കാരണം കാണും, എല്ലായിടത്തും ഇതുപോലത്തെ കൃമികൾ കാണും. അപ്പം നിങ്ങളെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക, വഴി കൊടുക്കുക. ഇത് റേസ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് വഴി കൊടുക്കുക, മനസ്സിലായില്ലേ? എല്ലാവരും ഇതുപോലെ വഴിയൊക്കെ കൊടുത്ത് അധികം കയറിപ്പൊക്കോളൂ, അല്ലെങ്കിൽ നിർത്തി കൊടുക്കുക, ക്രോസ് ചെയ്യാൻ സമ്മതിക്കുക, ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ ഒരു വണ്ടി ഇങ്ങനെ ഇടയിൽ കൂടെ ട്രാഫിക്കിനിടയിൽ കൂടെ പോകണമെങ്കിൽ ഒന്ന് കയറ്റി വിടുക. അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ പകുതി ട്രാഫിക്കും പകുതി ട്രാഫിക് ജാമുകളും ആക്സിഡൻസും ഒക്കെ ഒഴിവാക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുക. അങ്ങനെ കയറി പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, അതാണുള്ള സത്യം. നമുക്ക് നേരത്തെ എത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എന്തെങ്കിലും ഉണ്ടംപൊരി വെച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും വേറെ വേറെ ഡെസ്റ്റിനേഷൻ, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ കയറ്റി വിടറേ, ആളുകൾ പോട്ടെ, ആളുകൾ സന്തോഷമായി യാത്ര ചെയ്യട്ടെ, മനസ്സിലായില്ലേ? വണ്ടി നിർത്തിയിട്ട് എല്ലാവരുടെയും കയറ്റി വിടാനല്ല പറയുന്നത്, മനസ്സിലായില്ലേ? അതൊന്നും ചെയ്യണ്ട. പക്ഷെ ഇങ്ങനെയുള്ള നമ്മളെ കൊണ്ട് കടത്തി വിടാൻ പറ്റുന്നവരെ കടത്തി വിടുക തന്നെ ചെയ്യണം. ഓക്കെ, കണ്ട ഇപ്പം തന്നെ ഒരാൾ കൈ കാണിച്ചു, പൊക്കിയോളാൻ കൈ കാണിച്ചു, എന്ത് നല്ല മനുഷ്യൻ. അതുകൊണ്ട് ഞാനിപ്പോൾ പോയി, അയാൾക്കും പോകാൻ പറ്റി, അയാളുടെ ബാക്കിലുള്ള എല്ലാവർക്കും പോകാൻ പറ്റി, എൻ്റെ ബാക്കിലുള്ള എല്ലാവർക്കും പോകാൻ പറ്റി, ഒരു പ്രശ്നമില്ല. ഇനി അങ്ങേരിപ്പോൾ വന്ന് കുറുകെ കൊണ്ട് നിർത്തിയത് എന്ത് സംഭവിച്ചാൽ? പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, അയാളും പോവില്ല, ഞാനും പോവില്ല, ബാക്കിലുള്ള ആളുകളും പോവില്ല, ആരും പോവില്ല. അയ്യോ, ഇപ്പം എല്ലാം പോയന്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ പറയുവാനുള്ളത്. പിന്നെന്താണ്, ഇന്നലെ എന്തോ ഒരു കാര്യം പറയാൻ വന്നല്ലോ നിങ്ങൾക്ക്. ടോക്സിക് പീപ്പിൾ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് പല ടൈപ്പ് റിലേഷൻസ് ഉണ്ട് എല്ലാവരും. പക്ഷെ ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം, വേറൊന്നുമല്ല, ഇതിനെ അങ്ങനെ അത്ര ഞാൻ ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ അതൊരു ഇതായിട്ട് പറയുന്നല്ല. അതായത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമുക്കിപ്പം നമ്മളുടെ എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും എത്ര റിലേഷൻ, ഏത് തരം റിലേഷൻ ആണെങ്കിലും, റിഗാർഡ്ലെസ് ഓഫ് ദ റിലേഷൻ, ഇപ്പം ആളുകൾ നമുക്ക് ആവശ്യമില്ലാത്ത തലവേദന തരുന്നുണ്ട് എന്ന് വെച്ചു, ആവശ്യമില്ലാത്ത തലവേദന, ആവശ്യമില്ലാത്ത ടോക്സിസിറ്റി അങ്ങനെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് അവരെ ലൈഫിൽ നിന്ന് മൊത്തത്തിൽ കട്ട് ഓഫ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ പറയാൻ കാര്യം വേറൊന്നുമില്ല, നമുക്ക് ഒബ്വിയസ്ലി പേഴ്സണലായിട്ട് ഒരു അനുഭവം കിട്ടുമ്പോഴായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം ഒന്നും അല്ലെങ്കിൽ ഇത് ആരാ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ആളുകളെ ഇങ്ങനെ ഡിഫെയിം ചെയ്യുന്നതിൽ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ റീസെൻ്റ്ലി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, 2-3 ഇൻസിഡൻറ്റ്സ് ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, അതായത് ഈ ടോക്സിക് പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ദി റിലേഷൻ, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും, ചിലപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും, മനസ്സിലായില്ലേ? എന്തോ ആയിക്കോട്ടെ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, റിഗാർഡ്ലെസ് ഓഫ് ദി റിലേഷൻ. എന്താണെങ്കിലും ഈ ടോക്സിസിറ്റി നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യം ഇല്ല, സത്യം പറഞ്ഞാൽ, മനസ്സിലായില്ലേ? അതൊക്കെ പണ്ട്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഗൈസ്.
അപ്പം അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ തരുന്ന, ടോർച്ചർ ചെയ്യുന്ന, നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ തല തിന്നുന്ന ആളുകൾ ഉണ്ടല്ലോ. അതായത് നമുക്ക് നമ്മളുടെ പ്രൈവസി, നമ്മളുടെ സ്പേസിൽ കയറുക, നമ്മുടെ പ്രൈവസി കയറുക, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നമുക്ക് തലവേദന തരുന്നു, ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുക. മൊത്തത്തിൽ കട്ട് ഓഫ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, ആളുകളൊന്ന് മാറ്റി നിർത്തുക, മനസ്സിലായില്ലേ? ആ ആളുകളടുത്ത് പിന്നെ ഇടപെടുമ്പം സൂക്ഷിച്ച് ഇടപെടുക, അല്ലെങ്കിൽ ഇടപെടാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. മനസ്സിലായി? ഞാനിപ്പോൾ ആ മൂഡാണ്. ഞാൻ പഴയ പോലെയല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാർ അങ്ങനെ ചെയ്താൽ പോലും, നമ്മളെ ദ്രോഹിച്ചാൽ പോലും അത്രയും അറിയാവുന്ന ആളുകളല്ലേ എന്ന് വെച്ചാൽ കോംപ്രമൈസ് ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മളങ്ങനെ ലൈഫിൽ നിന്ന് അങ്ങനെ കട്ട് ഓഫ് ഒന്നും ചെയ്യില്ല. കാരണം ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയണില്ല. പക്ഷെ അങ്ങനെ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. കാരണം നമുക്കിനി മുന്നോട്ട് കാണേണ്ട ആളുകളല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ച്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ മൈൻഡ് സെറ്റ് വയ്ക്കരുത്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മളെ ആവശ്യമില്ലാതെ ടോർച്ചർ ചെയ്യുന്ന, ആവശ്യമില്ലാതെ നമുക്ക് നമ്മളെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇനി അങ്ങോട്ട് ലൈഫിൽ കാണണമെന്നേ ഇല്ല. സത്യം പറഞ്ഞു, നിങ്ങൾ നമുക്ക് ഇനി നമ്മളുടെ പീസ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളുടെ പീസ് നോക്കി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. മനസ്സിലായി? അപ്പോൾ ഞാൻ അതേ പറഞ്ഞു, ഞാൻ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നേ ഒന്നുമല്ല. നമ്മളുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടി നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത തലവേദനകൾ നമ്മൾ എടുത്ത് വയ്ക്കാണ്ടിരിക്കാനും, ആവശ്യമില്ലാത്ത വള്ളികൾ പിടിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തുക, കുറച്ച് ദൂരെ നിർത്തുക, കുറച്ച് ഡിസ്റ്റൻസ് നിർത്തുക. പിന്നെ അവരെ നമ്മളുടെ സ്പേസിലോട്ട് കയറാൻ അനുവദിക്കരുത്. മനസ്സിലായില്ല? അങ്ങനെ ഒരു ചാൻസ് കൊടുക്കരുത്. നമ്മൾ തന്നെയാണ് അവർക്ക് അങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ തലയിൽ കയറിയിരുന്ന് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ദൂരഹോ. ഓക്കെ അല്ലേ? അപ്പം അതാണ് കാര്യം. ഞാനിങ്ങനെ ലുലുവിലോട്ട് പോവാണ് കേസ്. അപ്പം എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമല്ല, ഇതൊക്കെ എനിക്ക് ശരിക്കും പറയണം എന്ന് തന്നെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം പറയാം. അതായത് റീസെൻ്റ്ലി നമ്മൾ അയ്യോ മുട്ട കഴിച്ചില്ല. ഓ മൈ ഗോഡ്. ഹലോ സോറി ഗൈസ്, എൻ്റെ മൈക്ക് താഴെ പോയി, അതാണ് ഇപ്പം സംഭവിച്ചത്. മുട്ട തിന്നില്ലല്ലോ എന്ന് പറഞ്ഞ ശക്തി ഇത്തിരി കൂടിപ്പോയി ഗൈസ്. സോറി. ഇതിപ്പം ഈ മൈക്ക് എന്ന് പറഞ്ഞ സംഭവമേ ശീലമില്ലാത്തതുകൊണ്ട് ഇത് ഇരിക്കുന്നത് ശ്രദ്ധിക്കത്തില്ല. അപ്പം നമ്മൾ സാധാരണ പോലെ ഇതിനെ കൈയൊക്കെ വയ്ക്കും, നെഞ്ചത്ത് കൈ വയ്ക്കുമ്പം എന്ത് സംഭവിക്കും? അത് തെറിച്ചങ്ങ് പോയി. ഞാൻ കുറേ സൈഡിലോട്ടാക്കായിരുന്നു അല്ലേ? ഓക്കെ അല്ലേ ഗൈസ്? നമ്മുടെ ഫോണൊന്ന് ഓവർ ഹീറ്റായി പോയതാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഓവർ ഹീറ്റായിട്ട് ഹൈ ടെമ്പറേച്ചർ ഹൈ എന്നും പറഞ്ഞ് കാണിച്ചു. അങ്ങനെ കട്ട് ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ലുലു എത്തിയിട്ട് ഇനി നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ലുലു എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ലുലുവിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അയ്യോ, ആദ്യമായിട്ടാണ് കേട്ടോ ലുലുവിൽ ഇത്ര ആളില്ലാതെ, ലുലു ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ സമയത്തായതുകൊണ്ടായിരിക്കും. ഈ സമയത്ത് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഒഴിഞ്ഞു കിടന്നിട്ടില്ല ഇതുവരെ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സാധനം കിട്ടിയാൽ മതിയായിരുന്നു. മാത്രമേ ഉള്ളതെനിക്ക് സാധനം കിട്ടിയാൽ മാത്രം മതിയായിരുന്നു. വേറെ കുഴപ്പമൊന്നും കാണില്ല. നമുക്ക് കാഷ്യോടെ ഞാൻ വിചാരിക്കുന്ന വാച്ച്, ആ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു.
എന്നിട്ട് നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയിട്ട് നോക്കുമ്പോൾ അറിയാം സാധനം ഉണ്ടോ ഇല്ലയോ. എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ ഗൈസ്. ഇപ്പം ക്യാഷ് ഏത് സൈഡിലാണ് എന്നുള്ളതാണ് നമ്മളൊരു ക്യാഷ് ഇപ്പുറത്തല്ല, ക്യാഷ് അപ്പുറത്താണ്, അപ്പുറത്തെ സൈഡിലായിരിക്കും. നമുക്ക് ഇതുവഴി പോകാം. ഓക്കെ, അപ്പം ലുലുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്ത് കാഷ്യൂ ഷോറൂം ഏത് സൈഡിലാണെന്നുള്ളത് മറന്നുപോയി. അപ്പുറത്ത് തന്നെ ആയിരിക്കും. കാഷ്യോ കണ്ടു, കാഷ്യോയുടെ ഷോറൂം കണ്ടു. നമുക്ക് കയറി സാധനം എടുക്കാം. നമ്മളെ ഉദ്ദേശിക്കുന്ന സാധനം അതിനകത്തുണ്ടെങ്കിൽ മതിയായിരുന്നു. കയറി നോക്കാൻ നോക്കട്ടെ, കയറി നോക്കിയിട്ട് സാധനം ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് വരാം. നോക്കുകയാണിങ്ങനെ പോയി. ഓക്കെ, വിചാരിച്ച സാധനം തന്നെയാണ്. നമുക്ക് സാധനം കിട്ടി ഗൈസ്, വിചാരിച്ച സാധനം തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ വിചാരിച്ച സാധനം കിട്ടി ഗൈസ്. കാഷ്യോടെ നമ്മൾ നോക്കിയാൽ കറക്റ്റ് ആ വാച്ച് തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സെറ്റ്. അപ്പോൾ ഇനി 1-2 സാധനം കൂടെ മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ട് നേരെ നയനെ വിളിച്ച് നോക്കുന്നു. കാണാൻ പറ്റുമെങ്കിൽ എത്ര സന്തോഷം, അവളുടെ കൈ കൊണ്ട് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിൽ പോയി ഏൽപ്പിക്കുന്നു. ഇതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, ഞാൻ ഇനി ലുലു മൊത്തം കാണിച്ചാൽ നിങ്ങൾ വെറുക്കും. അതുകൊണ്ട് തൽക്കാലം നമുക്കിത് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ലുലു എക്സിറ്റ് ചെയ്യാണ്. നമ്മുടെ വന്ന കാര്യങ്ങളൊക്കെ നടന്നു. ഇനി അടുത്ത പരിപാടി വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നയനെ വിളിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ കിട്ടുകുട്ടൻ്റെ ഒരു സ്വിസ് ചോക്ലേറ്റ് കേക്ക് മേടിച്ചു. അവന് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവനുണ്ടായതൊന്ന് കൊടുക്കണം. അങ്ങനെ ഒരു ചെറിയ പണിയും കൂടെ, ഒരു എക്സ്ട്രാ പണിയും കൂടെ വന്നിട്ടുണ്ട്. കേക്ക് ഡെലിവറി, കിട്ടുകുട്ടൻ്റെ കേക്ക് ഡെലിവറി. മണി ഇപ്പോൾ എത്ര, 2:15. കിട്ടുകുട്ടൻ സ്കൂള് കഴിഞ്ഞ് എത്തിക്കാണോ ഇല്ലയെന്ന് അറിയത്തില്ല ഗൈസ്. എന്താണെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നയനയ്ക്ക് കൊണ്ട് ഡെലിവറി ചെയ്യുന്നു. ഓക്കെ, ഫുഡൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ കൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല. മുട്ടയുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോഴാണ്, ശരിയാണ്, മുട്ടയുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ മൈക്ക് താഴെ വീണു പോയത് ഗൈസ്. അതായത് എൻ്റെ മുട്ടകൾ അവിടെ ബോയിലായി ഇരിക്കുകയാണ്. പുഴുങ്ങി ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. രാവിലെ സത്യം പറഞ്ഞാൽ കുളിയും കഴിഞ്ഞ് എല്ലാം ഇറങ്ങിയപ്പം മുട്ട കഴിക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ്. അപ്പം ഞാനങ്ങനെ മുട്ട കഴിക്കാൻ മറക്കാത്തതാണ്, പക്ഷേ ഇപ്പോൾ മറന്നു. അപ്പം എൻ്റെ മുട്ടകൾ അവിടെ എന്നെ കാത്തിരിക്കുകയാണ്. അപ്പം ഇനി ഉച്ചത്തെ ചോറും കഴിക്കണം, മുട്ടയും കഴിക്കണം. നോക്കട്ടെ ഗൈസ്, ഞാനത് എങ്ങനെയെങ്കിലും കഴിക്കും. ഈ ടോളൊന്ന് കൊടുത്തോട്ടെ. ടോളുകൾ അല്ലാത്ത ഓ ₹20 ടോൾ. ലുലുവിൽ ഈ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു കാര്യം മാത്രം. അലവലാദികളുണ്ടല്ലോ, സോറി യൂസുഫ് അലി സാർ, നിങ്ങളെ പറഞ്ഞതല്ല, നിങ്ങൾ നമ്മുടെ ചങ്കാണ്, നിങ്ങളല്ല ഞാൻ പറഞ്ഞത്, പൊതുവേ പറഞ്ഞത്. ആരെയാണോ പറയേണ്ടത് എനിക്കറിയില്ല. യൂസുഫ് അലിയെ ഞാൻ ഒരിക്കലും അലവലാതി എന്ന് വിളിക്കില്ല, കാരണം പുള്ളി നമ്മുടെ സ്റ്റാറാണ്. പക്ഷേ ഈ ഒരു കാര്യം, അതായത് ലുലുവിലെ പാർക്കിംഗ് ഫീ, നമ്മുടെ MOTയിൽ വരെ, നമ്മുടെ മോൾ ഓഫ് ട്രാവൻകൂറിൽ പാർക്കിംഗ് ഫീ ഉണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചാൽ, അതിൻ്റെ ബില്ലുണ്ട്, ഈ ബില്ല് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഫീ കൊടുക്കണ്ട. മനസ്സിലായി? അത് ന്യായമായ ഒരു
പരിപാടിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലുലു കൊണ്ടുവരാമായിരുന്നു. അപ്പം യൂസഫ് അലി സാർ, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇളവ് ചെയ്തു തരണം. ലുലുവിലോട്ട് ചുമ്മാ ഒന്ന് വന്ന അപ്പം കാശ് കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിപ്പോൾ 20 രൂപ മേടിച്ചോളൂ. സാധാരണ 30 രൂപ 50 രൂപയ്ക്കാണ് സാധാരണ മേടിക്കുന്നത്. അതാണ് വല്ലാത്ത 50 രൂപ. കുറച്ചൊന്ന് ലേറ്റായ 60 രൂപ മേടിക്കും. ഇതിലല്ല, അതെങ്ങനെയാണ് അതിൻ്റെ കണക്കെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്തോ ഒരു കണക്കുണ്ട്, എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ നല്ല രീതിയിൽ അറുക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. ഇതിപ്പോൾ ഞാൻ അധികം നേരം നിന്നില്ലല്ലോ, വന്നിട്ട് കുറച്ച് നേരമല്ലേ ആയുള്ളൂ. അതുകൊണ്ടായിരിക്കും മിക്കവാറും 20 രൂപയിൽ കാര്യം ഒതുങ്ങിയത്. എന്തായാലും അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ ലുലുന്ന് ഇറങ്ങി. ലുലുവിനകത്ത് വെച്ച് വീഡിയോ എടുക്കാത്ത കാരണം കൊണ്ടല്ല, നിങ്ങൾക്ക് ബോറടിക്കും. കാരണം ലുലുവിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാണിക്കാനും. ലുലു എല്ലാവർക്കും അറിയാൻ തന്നെയാണ്, നമ്മൾ സ്ഥിരം ലുലു പോകുന്നതാണ് ഗൈസ്. ഞാനപ്പോൾ അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ലുലുന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ, അടുത്ത ഡെസ്റ്റിനേഷൻ എന്തായിരുന്നു? കിട്ടുവിനെ കാണാൻ പോകണം. കിട്ടുവിന് പോയി നമുക്ക് സാധനം കൊടുക്കണം. സാധനം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മേടിച്ച നമ്മളൊരു ക്യാക്ക് വാങ്ങിച്ചല്ലോ, ഒരു പ്ലാറ്റ് ക്യാക്ക് വാങ്ങിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുവിന് കൊണ്ട് കൊടുക്കണം. പൊളിച്ച് കണ്ട, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം. ആളുകൾ നിർത്തിത്തരില്ല. നമ്മൾ ക്രോസ് ചെയ്യുന്ന കണ്ടാലും, നമ്മൾ പോകുന്ന കണ്ടാലും നമ്മുടെ അണ്ണാക്കിലോട്ട് തള്ളിക്കയറും. കൺട്രീസ്. ഓക്കെ, അപ്പോൾ കിട്ടു സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പം കിട്ടുവിന് സർപ്രൈസ് തന്നെയാണ്. കിട്ടുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാനിപ്പം നേരെ ചെന്ന് കയറി കൊടുക്കാൻ പോവാണ്. അപ്പം അവൻ ഹാപ്പി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ആവാണ്ടിരിക്കത്തില്ല. നമ്മുടെ ചെറുക്കനല്ലേ, അവൻ ഹാപ്പി ആവാണ്ട് ഇവിടെ പോകാൻ. അപ്പം എന്തായാലും അവനെ പോയി ഒന്ന് സർപ്രൈസ് ചെയ്യാം. അവനെ കൊണ്ട് കേക്കും കൊടുത്ത്, അവനെ കണ്ട് അവന് 2 ഉമ്മയും കൊടുത്ത് നമുക്ക് തിരിച്ച് വീട്ടിൽ പോയി വല്ലതും ശാപ്പാടടിയാം. വിശന്നിട്ട് കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാ. ഞാൻ വീട്ടിൽ പോയി കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കിട്ടു ഈ പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും. നമ്മുടെ കവടിയാർ തന്നെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും. അപ്പോൾ അത് എപ്പോഴാണ് പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം വീട്ടിലുള്ള സമയം, അവൈലബിൾ ആയിട്ടുള്ള സമയം പോയി കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പോകുന്നത്. നീ അവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ കിട്ടുകുട്ടൻ്റെ വീട്, അവനെ തെറി വിളിച്ചു ഗൈസ്. ഓട്ടക്കാരൻ തെറി വിളിച്ചു. അവൻ്റെ ആ ജനല് വഴി കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എങ്കിൽ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. ഇത് നമ്മൾ എടുക്കുന്നു, ഡോറ് ലോക്ക് ചെയ്യുന്നു. സ്റ്റാൻഡ് കിടപ്പുണ്ട് കേട്ടോ. ചേട്ടാന്ന് വിളിച്ച്, അനീനാന്ന് തോന്നുന്നു, ചേട്ടാന്ന് വിളിച്ച് അവനെ ചിറങ്ങി. ഓക്കെ, കിട്ടു വിൻഡോ This is for you. Yes, Kittukutta. This is for you. Thank you. Undappi, വെളിയിലിട്ട് പാടാ Undappi. Kittukutta സർപ്രൈസ് ടാഗ് ഗൈസ്. റെക്കോർഡ് ചെയ്യണമെന്ന്. ഇപ്പം അവൻ്റെ അഭിനയം കാണാം. അയ്യോ, വ്ലോഗിങ് ആണ് മക്കളെ, വ്ലോഗിങ്. അത് തിരണ്ട. ഹലോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം അത് സക്സസ്ഫുൾ ആയി ഗൈസ്, സക്സസ്ഫുൾ. കിട്ടുകുട്ടൻ സർപ്രൈസ്ഡായി, അവൻ ഹാപ്പിയായി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കർത്തവ്യം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കർത്തവ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ എന്നുള്ളതാണ്. പക്ഷെ എന്നാലും നയനെ ഒന്ന് വിളിച്ചു നോക്കാം, കൈയോടെ കൊടുത്തിട്ട് പോവാം. അപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നയനെ കുട്ടിയെ ഒന്ന് വിളിച്ചു നോക്കാം, അപ്പോൾ അറിയാം.
പറ്റുമോ അത് ഇല്ലയോ എന്നുള്ളത്. എന്തായാലും വിളിക്കട്ടെ ഗൈസ്, എന്തായാലും നമുക്ക് വരാൻ തിരിച്ച്. അങ്ങനെ സക്സസ്ഫുള്ളി കൊടുത്തു ഗൈസ്, സ്റ്റോക്ക് ഇറക്കി. നയന ഇല്ലായിരുന്നു, നയനയുടെ അനിയത്തി ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ഇറക്കി കൊടുത്തു. ആ പണ്ടറ സാധനം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്നു ഗൈസ്, വേറെ ഒരു വഴിയില്ലായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ലിഫ്റ്റ് വർക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് മുകളിലോട്ട് 4ാമത്തെ നിലയായിരുന്നു, 4th ഫ്ലോർ. എന്തായാലും സാധനം കൊടുത്തു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മിഷൻ കംപ്ലീറ്റഡ്. നയനയ്ക്കുള്ള ഗിഫ്റ്റ് ഞാൻ നന്ദുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, നന്ദു നയനയുടെ സിസ്റ്റർ. അപ്പോൾ അത് നയനയ്ക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. നയനയ്ക്ക് കിട്ടുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ മക്കളെ. ശരി, അപ്പം നമുക്കിനി വീട്ടിൽ പോയി ഫുഡ് അടിക്കാം. ടാറ്റ, ബൈ ബൈ. എടി മിലി, എന്താടി കയറി ഇരിക്കുന്നത്? കുരങ്ങാടി നീ? നോക്കിയാണ് കയറി ഇരിക്കുന്നത്. ഗ്രില്ല് വഴിയേ ഇങ്ങനെ ഇങ്ങനെ കുരങ്ങ് പോലെ കയറി കയറി കയറിപ്പോ ഇവിടെ കയറും. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ചക്കിപ്പേന്റെ ഉറങ്ങി പോയി അവിടെ ഇരുന്ന്. അങ്ങനെ ഫൈനലി ചോറ് കഴിക്കാൻ പോണ കഴിച്ചതാ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് ഞാൻ കഴിക്കാൻ പോണു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. 1 2 3 4 5 6 7. ഹലോ ഹലോ. അപ്പം നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പോകുന്നു. അപ്പം കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വരാം. ഓക്കെ, പീസ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സോറി, എൻ്റെ ത്രോട്ട് എങ്ങനെയുണ്ട്? ഇതെന്താണ് സംഭവം? മറ്റേ തന്നെ ഓട്സ്, ഓവർനൈറ്റ് ഓട്സ്, ബ്ലൂബെറി അല്ലേ? ആപ്പിൾ, ബ്ലൂബെറി, ഓവർനൈറ്റ് ഓട്സ്. ഇതാണ് സെറിയുടെ ബ്രഞ്ച്. ഈ പെലവിലി ആടുന്നതാണ് എൻ്റെ ബ്രഞ്ച്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഇത് ഉണ്ടാക്കിയ വൺസ് യു ടേസ്റ്റ് ഇറ്റ് നിങ്ങൾ തന്നെ കഴിക്കും എപ്പോഴും. ഇതിൻ്റെ കൂടെ സൺഫ്ലവർ സീഡും പംകിൻ സീഡും കൂടെ ഇടാം. അതന്ന് പറഞ്ഞോ, നീ ഇട്ടില്ലല്ലോ? ഇടണം. ഞാൻ ആദ്യം ആപ്പിൾ കട്ട് ചെയ്ത്. ശരി, കഴിച്ചിട്ട് വരാൻ കഴിച്ചു. ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ പരിപാടിയും കൂടെ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഒരു പണിയും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഒരു ജിം എക്യുപ്മെൻറ്റ്, നമ്മുടെ ആ ബെഞ്ച്, വർക്കൗട്ട് ബെഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ പോയി നോക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കുറച്ച് ദൂരമാണ്, ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം. കണിയാപുരമാണ്. അപ്പം ഏകദേശം 1 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറോളം ഉണ്ട്. നമുക്കിനി ഞാൻ തിരിച്ച് വന്നിട്ട് കാണാം ഗൈസ്. അപ്പം തിരിച്ച് വരുമ്പോൾ ഒന്നുകിൽ ഞാൻ ആ സാധനം മേടിച്ചിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ വെറും കൈയോടെ തിരിച്ച് വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അങ്ങനെ നമ്മൾ പറഞ്ഞ ബെഞ്ച് നമ്മൾ മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, മുകളിലത്തെ നിലയിൽ പ്ലേസും ചെയ്തു. അതിന് ചെറിയൊരു തുണി കൂടെ ഇട്ട് കൊടുത്തു. ഇതാണ് സാധനം. ഇത്ര കൂടി ഗൈസ്, സിമ്പിൾ. ഒരു ജിം ബെഞ്ചാണ്, മൾട്ടിപ്പിൾ യൂസ് ഉള്ളൊരു ബെഞ്ചാണ് സംഭവം. കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ആ സാധനം കിട്ടി. അപ്പം ഫുള്ളി ഇനി എനിക്കും അതുപോലെ തന്നെ ചെറിയും വർക്കൗട്ട്സ് കുറേ എളുപ്പമാവും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആയി ഗൈസ്, അടുത്ത ദിവസം മോർണിംഗ് ആയി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നെക്സ്റ്റ് ടൈം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.